ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മഴയ്ക്ക് ശേഷം നന്നായിട്ട് തെളിഞ്ഞു കിട്ടിയതുകൊണ്ട് ഇന്നത്തെ ഷൂട്ട് ഔട്ട്സൈഡിലാക്കിയേക്കാമെന്ന് വിചാരിച്ച. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ തന്നെ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. ഞാൻ എൻ്റെ രണ്ടാമത്തെ വീഡിയോയിൽ ഗൂഗിൾ ക്രോം എക്സ്റ്റൻഷൻസിൽ പറഞ്ഞ സ്മോൾ PDF എന്ന എക്സ്റ്റൻഷൻ ഇപ്പോൾ ഗൂഗിൾ അവരുടെ ഇമെയിലിൻ്റെ, അതായത് ജിമെയിലിൻ്റെ പാർട്ടാക്കിയിരിക്കുകയാണ്. നിങ്ങൾക്ക് മെയിലിൽ വരുന്ന PDFകൾ അവിടെ നിന്നുകൊണ്ട് തന്നെ എഡിറ്റ് ചെയ്യുവാനും കംപ്രസ് ചെയ്യുവാനും ഒക്കെയുള്ള സൗകര്യം ഇതൊരുക്കിയിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ പുതിയ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നതാണ് കൈൻമാസ്റ്റർ എന്ന വീഡിയോ എഡിറ്റർ ഉപയോഗിച്ചുള്ള ഒരു ചെറിയ ട്രിക്കാണ്. ഇതുപയോഗിച്ച് നമുക്ക് പ്രോഡക്റ്റ് അൺവീലിംഗ്, അതുപോലെ തന്നെ പുതിയ ഒബ്ജക്റ്റ് ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ ക്ലാസ് എടുക്കുമ്പോൾ ജോമെട്രിക്കൽ ഷേപ്പ് അല്ലെങ്കിൽ അനാട്ടമി, ഇതൊക്കെ വളരെ എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് സ്റ്റുഡൻസിന് അല്ലെങ്കിൽ കാണികൾക്ക് ആകർഷകമായ രീതിയിൽ അവതരിപ്പിക്കാമെന്നുള്ളതാണ്. അപ്പം ഈ വീഡിയോയിൽ ഒരു മാജിക് ട്രിക്കായിട്ട് കരുതരുത്, ഇതൊരു പ്രോഡക്റ്റ് അൺവീലിംഗ് ട്രിക്കാണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ടെക്നിക്ക്, അതായത് ക്രോമാക്കി എന്ന ടെക്നിക്ക്, ഗ്രീൻ സ്ക്രീൻ, ഒരു ഫിസിക്കൽ ഗ്രീൻ സ്ക്രീൻ ഇല്ലാതെ എങ്ങനെ കാണിക്കാം എന്നുള്ളതുമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ വെളിപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഈ വീഡിയോ കാണാം. ഇപ്പോൾ ഒരു മാജിക് പോലെ ഒരു കാർഡ്ബോർഡ് പെട്ടിയിൽ നിന്നും ഒരു കുട്ടി ഇറങ്ങി വരുന്നതാണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നത്. ഇത് എപ്രകാരമാണ് ചെയ്തിരിക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനായി ഇതിൻ്റെ ഒറിജിനൽ ഷൂട്ട് ചെയ്ത വീഡിയോ ആദ്യമൊന്ന് കാണുക. കുട്ടി കാർഡ്ബോർഡ് പെട്ടിക്കുള്ളിൽ നിൽക്കുന്നു. ദേഹത്തൂടെ ആ പെട്ടി ഉയർത്തി പുറത്തേക്ക് എറിയുകയാണ്. അതിനുശേഷം നമുക്ക് ഈ അവസാനത്തെ ഫ്രെയിം ഒരു ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഈ ലാസ്റ്റ് ബ്ലാങ്ക് ഫ്രെയിം ഷൂട്ട് ചെയ്ത്. ഇനി നമ്മൾ പുതിയ പ്രോജക്റ്റിൽ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. 16:9 റേഷ്യോ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ സെലക്ട് ചെയ്യുന്നു. മീഡിയ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇതിൽ നമ്മൾ നേരത്തെ ഷൂട്ട് ചെയ്ത വീഡിയോ നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം അതിൻ്റെ ലാസ്റ്റ് ഫ്രെയിം ക്യാപ്ചർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ലാസ്റ്റ് ഫ്രെയിം ക്യാപ്ചർ ചെയ്യുന്നു. ഇനി അവസാനത്തെ കുറച്ച് ഭാഗം നമുക്ക് ആവശ്യമില്ലാത്തതുണ്ട്, അത് ഞാൻ കട്ട് ചെയ്ത് നീക്കുകയാണ്. ഇവിടം വരെ മതി. അത് സെലക്ട് ചെയ്യുന്നു. സിസേഴ്സ് ടൂൾ സെലക്ട് ചെയ്ത് ട്രിം ടു റൈറ്റ് ഓഫ് പ്ലേ ഹെഡ് ഉപയോഗിച്ച് കട്ട് ചെയ്ത് നീക്കുകയാണ്. അതിനുശേഷം വീഡിയോയുടെ ആരംഭത്തിൽ പോകുന്നു. എവിടെ നിന്നാണ് കുട്ടി ആ കാർഡ്ബോർഡ് ഉയർത്തുവാൻ ശ്രമിക്കുന്നതെന്ന് പോയിന്റിൽ വീഡിയോ മൂവ് ചെയ്യുകയാണ്. ഇപ്പോഴാണ് കുട്ടി ഇത് ഉയർത്തുന്നത്. അവിടെ ലെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് മീഡിയ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇതിൽ നിന്ന് ബാക്ക്ഗ്രൗണ്ട് ഫോൾഡർ എന്ന് പറഞ്ഞൊരു ഫോൾഡറുണ്ട്. അതിൽ നിന്ന് ഞാൻ റെഡ് കളർ സെലക്ട് ചെയ്യുകയാണ്. അല്പം കൂടി കടും ചുവപ്പ് വരുത്തുന്നതിനായിട്ട് കളർ സെറ്റ് ചെയ്തു. ഇനി അത് റൊട്ടേറ്റ് ചെയ്യുന്നു, വലിപ്പം കൂട്ടുന്നു, കുട്ടിയെ മറയത്തക്ക വിധത്തിൽ അത് പ്ലേസ് ചെയ്യുകയാണ്. അതിനുശേഷം അത് ഡ്രാഗ് ചെയ്ത് താഴേക്ക് കൊണ്ടുവന്ന് കാർഡ്ബോർഡ് പെട്ടിയുടെ എഡ്ജുമായി ചേർത്ത് വെക്കുന്നു. നമ്മുടെ വീഡിയോയ്ക്കൊപ്പം അത് എക്സ്റ്റെൻഡ് ചെയ്ത് വലുതാക്കും. ഇനി വീഡിയോ സെലക്ട് ചെയ്യുമ്പോൾ ഇടത് സൈഡിൽ നമുക്ക് നമ്മൾ ഇപ്പം വെച്ച് സോളിഡ് കളർ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇടത് സൈഡ് നമുക്കൊരു ആനിമേഷൻ കീഫ്രെയിം എന്ന ബട്ടൺ കിട്ടും. അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് നമുക്കിപ്പോൾ കാണാം സോളിഡ് കളറിലൊരു സർക്കിളുകൾ ഫോം ചെയ്യുക. അത് ഓരോന്നും ആനിമേഷൻ കീഫ്രെയിംസ് ആണ്. നമ്മൾ അതനുസരിച്ച് സോളിഡ് കളർ ഉയർത്തിക്കൊണ്ട് വരുന്നതനുസരിച്ച് ഓരോ പുതിയ ആനിമേഷൻ കീഫ്രെയിം അവിടെ ഉണ്ടാവുകയാണ്. ഇപ്രകാരം എത്രത്തോളം കീ ഫ്രെയിംസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം സ്മൂത്ത് ട്രാൻസിഷൻ നമുക്കവിടെ കിട്ടും. ഞാനിത് അല്പം വേഗത്തിലാക്കുന്നതിന് വേണ്ടി അകത്തി ഫ്രെയിമുകൾ ആഡ് ചെയ്യാൻ. ഇവിടം വരെ വന്നു കഴിയുമ്പോൾ കണ്ടോ കാർഡ്ബോർഡ് പെട്ടി ചെരിയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും നേരത്തെ പോലെ ലെയർ മീഡിയ എടുത്ത് ഒന്നുകൂടി ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുന്നു. ഒരു ചെറിയ റെക്റ്റാങ്കിൾ അത് നേരത്തെ പോലെ അതേ കളറിലേക്ക് മാറ്റുന്നു. അതിനുശേഷം അത് ചെരിച്ച് പ്ലേസ് ചെയ്യുകയാണ്. വീണ്ടും കാർഡ്ബോർഡ് പെട്ടി മാറുന്നതനുസരിച്ച് നമ്മൾ കീ ഫ്രെയിം സെലക്ട് ചെയ്ത് പുതിയ പുതിയ ആനിമേഷൻ കീ ഫ്രെയിമുകൾ ചേർത്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പം പെട്ടി ഉയരുന്നതനുസരിച്ച് ഇപ്പോൾ ആഡ് ചെയ്ത ആ ബാക്ക്ഗ്രൗണ്ട് കളറ് നമ്മൾ തിരിക്കുകയും സൈസ് കൂട്ടണമെങ്കിൽ അത് വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അതനുസരിച്ച് നമ്മൾ പെട്ടിയുടെ താഴെയുള്ള പോർഷൻ മറയത്തക്ക രീതിയിൽ പുതിയ പുതിയ കീ ഫ്രെയിമുകൾ ആഡ് ചെയ്യുകയാണ്. പുതിയ കീ ഫ്രെയിമുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ സൈഡിലോട്ട് എറിയുന്ന ഒരു സമയത്ത് അവിടെ വീണ്ടും നമുക്ക് കൈ നീണ്ടു വരുന്നതായിട്ട് കാണാം. അപ്പോൾ അത് ആഡ് ചെയ്യുന്നതിന് വേണ്ടി വീണ്ടും ഒന്നും കൂടി ഒരു ചെറിയ ലെയർ എടുക്കുന്നു, മീഡിയ സെലക്ട് ചെയ്യുന്നു, ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുന്നു, അതിൽ നിന്നും റെഡ് കളർ സെലക്ട് ചെയ്ത് കളറ് നേരത്തെ അതേ കളറാക്കി മാറ്റുന്നു. അത് നമ്മുടെ കൈ മറയത്തക്ക രീതിയിൽ പ്ലേസ് ചെയ്യുകയാണ്. അത് താഴോട്ട് വരുന്തോറും ഇവിടെയും നമ്മൾ കീ ഫ്രെയിം ആനിമേഷൻ ആഡ് ചെയ്യുകയാണ്. കീ ഫ്രെയിം സെലക്ട് ചെയ്ത് കൈ താഴോട്ട് വരുന്നതനുസരിച്ച് വീണ്ടും ഫ്രെയിംസ് നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം പൂർണ്ണമായിട്ടും മറയുന്ന തലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് ആദ്യം മുതലൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. എങ്ങനെ എല്ലാം കൃത്യമായിട്ടാണോ വന്നിരിക്കുന്നതെന്ന് നമുക്കൊന്ന് റീവൈൻഡ് ചെയ്ത് ഫോർവേഡ് ചെയ്ത് നോക്കാം. ഇനി നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നതിന് ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. 30 ഫ്രെയിംസിൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുകയാണ്. ഇത് MP4 ഫോർമാറ്റിലേക്ക് വീഡിയോ കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ളതാണ്. അതിനുശേഷം പുതിയ വീഡിയോ എടുത്ത് മീഡിയ ബട്ടൺ ക്ലിക്ക് ചെയ്തു. ബാക്ക്ഗ്രൗണ്ട് ഇവിടെ നമ്മളൊരു ഗ്രേ ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യുകയാണ്. അതാവശ്യത്തിന് വലുപ്പം ആക്കിയതിന് ശേഷം നമ്മൾ ലെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു, മീഡിയ ക്ലിക്ക് ചെയ്യുന്നു. നമ്മളിപ്പോൾ എക്സ്പോർട്ട് ചെയ്ത വീഡിയോ നമ്മൾ കൊണ്ടുവരികയാണ്. ഇത് ആദ്യം ക്യാപ്ചർ ചെയ്ത ഫ്രെയിമാണ്. അതിൻ്റെ സ്പ്ലിറ്റ് സ്ക്രീൻ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. രണ്ടാമത്തെ ഓപ്ഷനാണ് വലത് സൈഡിൽ ഫുൾ സ്ക്രീൻ ആക്കുന്നു. അതിൻ്റെ വലുപ്പവും നമ്മൾ ആദ്യത്തെ ഒപ്പം ബാക്ക്ഗ്രൗണ്ടിനൊപ്പം കൊണ്ടുവരുന്നു. ഇനി വീണ്ടും നമ്മൾ ലെയർ, മീഡിയ, നമ്മളിപ്പോൾ എക്സ്പോർട്ട് ചെയ്ത വീഡിയോ കൊണ്ടുവരുന്നു. ഇതും രണ്ടാമത്തെ വലത് സൈഡിൽ രണ്ടാമതുള്ള സ്പ്ലിറ്റ് സ്ക്രീൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫുൾ സ്ക്രീൻ ഓപ്ഷൻ തന്നെ ആക്കുന്നു. ഇപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ആ റെഡ് ബാർ ഉയർന്നു വരുന്നതായിട്ടാണ്. ഇവിടെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലെ ക്രോമാക്കീ അപ്ലൈ ചെയ്യുകയാണ്. വീഡിയോ ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ക്രോമാക്കീ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു, എനേബിൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. നമ്മുടെ കളർ ഉപയോഗിക്കേണ്ട കളർ റെഡാണ്. ഇതാണ് നമ്മൾ റെഡ് വെച്ചാണ് മറച്ചിരിക്കുന്നത്. അതിനുശേഷം ഫോർഗ്രൗണ്ട്, ബാക്ക്ഗ്രൗണ്ട് സ്ലൈഡറുകൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ ആ റെഡ് കളർ മാറിയതായിട്ട് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. മുകളിലുള്ള ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ പ്ലേ ചെയ്ത് നോക്കുകയാണ്. നമ്മുടെ ആ റെഡ് പാർട്ടെല്ലാം മാറിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ഈ കുട്ടി അദർശനായി പോകുന്ന വീഡിയോ ആണ് നമ്മൾ കണ്ടത്. ഇത് വീണ്ടും നേരത്തെ പോലെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നു. MP4 വീഡിയോ ആയിട്ട് നമ്മൾ സേവ് ചെയ്യുകയാണ്. വീഡിയോയുടെ സൈസ് അനുസരിച്ച് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അതിനെടുക്കുന്ന സമയം വേരി ചെയ്തുകൊണ്ടിരിക്കും. വീണ്ടും നമ്മൾ പുതിയ പ്രൊജക്റ്റ് എടുക്കുന്നു. 16:9. അതിലേക്ക് നമ്മൾ മീഡിയ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഇപ്പോൾ അവസാനം എക്സ്പോർട്ട് ചെയ്ത വീഡിയോ കൊണ്ടുവരികയാണ്. ആ വീഡിയോയുടെ അവസാനം ഒരു സ്വല്പ ഭാഗം കൂടി നമ്മൾ ട്രിം ചെയ്ത് കളയുകയാണ്. സെലക്ട് ചെയ്ത് സിസർ ടൂൾ സെലക്ട് ചെയ്ത് ട്രിം ടു ദ റൈറ്റ് ഓഫ് പ്ലേ. അതിനുശേഷം ആ വീഡിയോ സെലക്ട് ചെയ്ത് റിവേഴ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മുടെ വീഡിയോ റിവേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതും നമ്മുടെ വീഡിയോയുടെ സൈസ് അനുസരിച്ച് സമയവ്യത്യാസം വരും. റിവേഴ്സ് കംപ്ലീറ്റ് ആയി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. നിലത്ത് കിടക്കുന്ന കാർട്ടൂൺ വീണ്ടുമായിട്ട് ഉയരുന്നു. ഇതിൽ നിന്നും കുട്ടി ഇറങ്ങി വരുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഇന്നത്തെ ഈ വീഡിയോയിൽ കണ്ട ട്രിക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗിച്ച് നോക്കുക. കൂടുതൽ
ഉപയോഗിക്കും തോറും നമുക്ക് ഈ വീഡിയോ എഡിറ്ററിൽ ഒരു എക്സ്പേർട്ടായിട്ട് മാറാമെന്ന് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ടിപ്സ് ആൻഡ് ട്രിക്സ് സേയിങ് ഗുഡ് ബൈ.